സുപ്രസിദ്ധ കഥകളി മദ്ദള ആചാര്യൻ ശ്രീ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെ തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാളുടെ ആദ്യകാല ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നാരായണൻ നായർ. ചിട്ടവിടാതെയുള്ള വാദനശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദ്ദള വിദ്വാൻമാരിൽ നിന്നും വേറിട്ട് നിർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്ര ഉത്സവമായിരുന്നു അവസാനത്തെ അരങ്ങ്. കേരള കലാമണ്ഡലം അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി കഥകളി ക്ലബ്ബുകളുടെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അടക്കം 50-ൽ പരം വിദേശ രാജ്യങ്ങളിൽ തന്റെ കലാസബര്യ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് അന്തരിച്ച സുപ്രസിദ്ധ ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ദേവകി ടീച്ചറായിരുന്നു പത്നി. ദീർഘകാലം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. പത്നി ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും തുടർന്ന് സ്ഥിരതാമസമാക്കിയ നെല്ലുവായിലും നടത്തിയ ശ്രീ ധന്വന്ത്രി കലാക്ഷേത്രം വഴിയും നിരവധി ശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ നിരവധി മദ്ദള വിദ്വാൻമാർ നാരായണൻ നായരുടെ ശിഷ്യസമ്പത്തിലുണ്ട്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3:30 നെല്ലുവായിലെ വസതിയിൽ നടക്കും. പ്രസാദ്, പ്രസീത എന്നിവർ മക്കളും രാജശേഖരൻ നെല്ലുവായ്, കലാമണ്ഡലം സംഗീത എന്നിവർ മരുമക്കളുമാണ്.